Hello everyone, welcome to Groww Malayalam. സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കക്കാരായ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന അവർ അറിഞ്ഞിരിക്കേണ്ട 10 ടേമുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസം മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടേമുകൾ കമൻറ്റ് ചെയ്യാൻ ആ വീഡിയോയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം വന്ന കമൻറ്റുകൾ കൂടി കണക്കിലെടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 ടേംസ് കൂടെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചും ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ക്വാളിറ്റിയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോ ആഴ്ചയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഒരു ബെറ്റർ ഇൻവെസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലുണ്ടാവും. ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇതിനു മുൻപത്തെ വീഡിയോയിൽ വിശദീകരിച്ച ടേമുകൾ ഇതൊക്കെയായിരുന്നു: സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് ബ്രോക്കർ, ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻഡിസസ്, holding period, delivery and intraday, bull and bear, SEBI, liquidity, dividend. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ ടേം മാർക്കറ്റ് ഓർഡർ ആൻഡ് ലിമിറ്റ് ഓർഡർ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ നമുക്ക് അതിനുള്ള ഓർഡർ നൽകാം: മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നിരിക്കട്ടെ. ആ സ്റ്റോക്കിന്റെ നിലവിലെ പ്രൈസ് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ ആ സ്റ്റോക്കിന്റെ വില എപ്പോഴാണോ 95 റുപ്പീസായി കുറയുന്നത് അപ്പോൾ വാങ്ങാം എന്നാണ് നമ്മുടെ തീരുമാനം. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓർഡർ ആണ്. മിക്ക സ്റ്റോക്ക് ബ്രോക്കർമാരും ഈ ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 95 റുപ്പീസിൻ്റെ ഒരു ലിമിറ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ആ സ്റ്റോക്കിൻ്റെ വില 95 റുപ്പീസ് ആവുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് ലിമിറ്റ് ഓർഡർ. ഇനി നമ്മളൊരു സ്റ്റോക്ക് അതിൻ്റെ നിലവിലെ പ്രൈസ് കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡർ ആണ്. അടുത്ത ടേം വോളറ്റിലിറ്റി. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷെയർ വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി ഓർഡർ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷെയർ പ്രൈസ് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് പ്രൈസ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ താഴേക്ക് വരിക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് അങ്ങനെ ആകണമെന്നില്ല, മാറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതും കാണാം. ഇവിടെയാണ് വോളറ്റിലിറ്റിയെ കുറിച്ച് പറയേണ്ടത്. അസ്ഥിരത എന്നാണ് മലയാളത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം. ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരെ വേഗത്തിൽ മുകളിലേക്കോ താഴേക്കോ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ സ്റ്റോക്ക് ഉയർന്ന വോളറ്റിലിറ്റിയാണ് കാണിക്കുന്നത് എന്ന്. ഒരു സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മാർക്കറ്റിലുള്ള അതിൻ്റെ ലിക്വിഡിറ്റി, അതുപോലെ സപ്ലൈ, ഡിമാൻഡ് എന്നിവയൊക്കെ അനുസരിച്ചിരിക്കും. അടുത്ത ടേം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓർ മാർക്കറ്റ് ക്യാപ്. ഇത് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ മൊത്തം ഷെയറുകളുടെ ടോട്ടൽ വാല്യൂവിനെയാണ്. അതായത് കമ്പനിയുടെ ഷെയർ പ്രൈസിനെ മൊത്തം ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയറുകളാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ആ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളുടെ എണ്ണം മൊത്തം 20 crores ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000 crore rupees ആയിരിക്കും. ഫോർത്ത് ടേം ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളെയും 3 കാറ്റഗറികളായി തരംതിരിച്ചിട്ടുണ്ട്: ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. 20,000 crore rupees അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് ലാർജ് ക്യാപ് സ്റ്റോക്സ്. 5,000 crores to 20,000 crores ഇതിനിടയിൽ വരുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് മിഡ് ക്യാപ് സ്റ്റോക്സ്. 5,000 crores റുപ്പീസിൽ കുറഞ്ഞ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്. അടുത്ത ടേം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO. സ്വകാര്യ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനി ആദ്യമായി അതിൻ്റെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് IPO. അങ്ങനെ IPOയിലൂടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനുള്ള അവസരം പബ്ലിക്കിന് ആദ്യമായി തുറന്നു കിട്ടുന്നു. 2, IPO വഴി ഒരു കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗമാകാൻ സാധിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. IPOക്ക് ശേഷം കമ്പനിയുടെ ഷെയറുകൾ നിങ്ങളെയും എന്നെയും പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നു. കമ്പനികൾ ഇങ്ങനെ IPO ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്.
IPO വഴി ഇൻവെസ്റ്റേഴ്സ് ഷെയറുകൾ വാങ്ങുന്നതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് കമ്പനിക്ക് കിട്ടുന്നു. ഇങ്ങനെ കിട്ടിയ ഫണ്ട് പുതിയ പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും കമ്പനി എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിക്കുള്ള ലോണുകൾ തിരിച്ചടക്കാനോ ഒക്കെ ഉപയോഗിക്കാം. അടുത്ത ടേം ഡൈവേഴ്സിഫിക്കേഷൻ. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ഉപദേശങ്ങളിൽ ഒന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്ന്. എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ? ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ വിവിധ തരം ഓപ്ഷനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഈ വാക്കിന്റെ അർത്ഥം വൈവിധ്യവൽക്കരണം എന്നാണ്. എന്താണ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഗുണം? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിംഗിലെ റിസ്ക് കുറക്കാൻ സാധിക്കുമെന്നതാണ്. കാരണം ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ തന്നെ എല്ലാ പൈസയും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കോ ഇൻഡസ്ട്രിയോ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മുടെ അത്രയും കാശ് പോയി കിട്ടും. അതുകൊണ്ടാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ പലതരത്തിൽ ചെയ്യാം. ഒന്ന്, ഇൻഡസ്ട്രി ബേസ്ഡ് ഡൈവേഴ്സിഫിക്കേഷൻ. വിവിധ ഇൻഡസ്ട്രികളിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെയുള്ളത് അസറ്റ് ബേസ്ഡ് ഡൈവേഴ്സിഫിക്കേഷൻ. സ്റ്റോക്സ്, ഗോൾഡ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അസറ്റ് ക്ലാസുകളിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് അസറ്റ് ബേസ്ഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ടേം ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് കേൾക്കുന്ന മറ്റൊരു ഉപദേശമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലാണ് എന്ന്. എന്താണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ? ആളുകളുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത കമ്പനികളെയാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് വിളിക്കുന്നത്. വളരെ കാലങ്ങളായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കമ്പനികളാണ് ഇവ. ഇൻവെസ്റ്റേഴ്സും ജനങ്ങളും ഈ കമ്പനികളെ വളരെയധികം ട്രസ്റ്റ് ചെയ്യും. ഈ കമ്പനികളുടെ റിസ്ക് വളരെ കുറവുമായിരിക്കും. അതുകൊണ്ടാണ് പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് ഇവയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ആളുകൾ ഉപദേശിക്കുന്നത്. ഇനി എട്ടാമത്തെ ടേം ബോണസ് ഇഷ്യൂ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ കാണാൻ ഇടയുള്ള ഒരു കാര്യമാണ് ചില കമ്പനികൾ ബോണസുകൾ പ്രഖ്യാപിച്ചു എന്ന്. എന്താണ് ഈ ബോണസ്? ഒരു കമ്പനി തങ്ങളുടെ ഷെയർ ഹോൾഡർമാർക്ക് ഒരു റിവാർഡ് നൽകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ക്യാഷിന്റെ അപര്യാപ്തത ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ കമ്പനി അവരുടെ എക്സ്ട്രാ ഷെയറുകൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് സൗജന്യമായിട്ട് കൊടുക്കും. ഇതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ മാർക്കറ്റിൽ ആ സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി വർദ്ധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു കമ്പനി 1:3 എന്ന കണക്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഷെയർ കൈവശമുള്ള ആളുകൾക്ക് അതിന് പുറമെ 3 ഷെയറുകൾ കൂടി കിട്ടും. എൻ്റെ കയ്യിൽ ആ കമ്പനിയുടെ 100 ഷെയറുകളാണ് ഉള്ളതെങ്കിൽ എനിക്ക് 300 ഫ്രീ ഷെയറുകൾ കൂടി കിട്ടുകയും എൻ്റെ കയ്യിലുള്ള ടോട്ടൽ ഷെയറുകളുടെ എണ്ണം 400 ആവുകയും ചെയ്യും. ഈ ബോണസ് ഇഷ്യൂവുമായി ആളുകൾ പലപ്പോഴും കൺഫ്യൂസ് ആകുന്ന വേറൊരു സംഭവമുണ്ട്, സ്റ്റോക്ക് സ്പ്ലിറ്റ്. അതെന്താണെന്ന് ഇനി നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഷെയറുകൾക്ക് പുറമെ കൂടുതൽ ഷെയറുകൾ അല്ല കമ്പനി നൽകുന്നത്. പകരം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ കയ്യിൽ ഒരു 2000 രൂപ നോട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനെ 10 നോട്ടുകളാക്കി മാറ്റിയാൽ ഓരോ നോട്ടും 200 രൂപയുടെ മൂല്യമുള്ളതായിരിക്കും. 200 രൂപയുടെ 10 നോട്ടുകൾ എന്ന് പറഞ്ഞാലും അതിൻ്റെ മൂല്യം 2000 രൂപ തന്നെയാണല്ലോ. നോട്ടിൻ്റെ എണ്ണം കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ആ നോട്ടുകളുടെ മൊത്തത്തിലുള്ള മൂല്യത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു കമ്പനി 1:2 1:2 എന്ന കണക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയാൽ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 എണ്ണമായി ഭാഗിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇവിടെ ഒരാളുടെ കയ്യിലുള്ള മൊത്തം ഷെയറുകളുടെ എണ്ണമേ കൂടുന്നുള്ളൂ, ടോട്ടൽ വാല്യൂ കൂടുന്നില്ല. പക്ഷേ കമ്പനിയുടെ ഷെയർ പ്രൈസ് അതിന് മുൻപുണ്ടായിരുന്നതിൻ്റെ പകുതിയായി കുറയുകയും ചെയ്യും. സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ കമ്പനികൾക്ക് അവരുടെ ഷെയറുകൾ മിതമായ വിലയിലേക്ക് എത്തിക്കാനും ലിക്വിഡിറ്റി കൂട്ടാനും ആവുന്നു. അടുത്ത ടേം ഷോർട്ട് സെല്ലിംഗ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടേമാണിത്. നമ്മളൊരു സ്റ്റോക്ക് ആദ്യം വിൽക്കുന്നു, പിന്നീട് അതേ സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നു. ഇതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, എങ്ങനെയാണ് ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് വിൽക്കുന്നത് എന്ന്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കാം. നമ്മുടെ വീടിനടുത്ത് സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇന്നത്തെ സ്വർണ്ണ വില ഗ്രാമിന് 6000 റുപ്പീസ് ആണ് എന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ വില 1000 രൂപ കുറഞ്ഞ് 5000 റുപ്പീസ് എന്നതിലേക്ക് എത്തും എന്ന്. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ സ്വർണ്ണം ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്തു, വീട്ടുകാരിൽ നിന്ന് 1 ഗ്രാം ഗോൾഡ് തൽക്കാലത്തേക്ക് കടം വാങ്ങി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി 6000 റുപ്പീസിന് വിൽക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച പോലെ സ്വർണ്ണ വില കുറഞ്ഞ് 5000 റുപ്പീസിലെത്തി. അപ്പോൾ മാർക്കറ്റിൽ പോയി 5000 റുപ്പീസിന് 1 ഗ്രാം സ്വർണം വാങ്ങി നമ്മുടെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ 1000 രൂപ നമ്മൾ നേടി. പക്ഷെ നമുക്ക് സ്വന്തമായി ഒരു തരി സ്വർണം പോലും ഉണ്ടായിട്ടില്ല, മുൻപും വാങ്ങിയതിന് ശേഷവും. ഇവിടെ സ്വർണത്തിന് പകരം സ്റ്റോക്കുകളും വീട്ടുകാർക്ക് പകരം സ്റ്റോക്ക് ബ്രോക്കറുമാക്കിയാൽ ഷോർട്ട് സെല്ലിംഗ് ആയി. ഇപ്പോൾ ഉയർന്ന വിലയിലുള്ള ഒരു സ്റ്റോക്ക് അധികം വൈകാതെ കുറഞ്ഞ വിലയിൽ എത്തുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് നിന്നും അത് കടം വാങ്ങി നമുക്ക് വിൽക്കാം. പിന്നീട് കുറഞ്ഞ വില ആകുമ്പോൾ അത് വാങ്ങുകയും ചെയ്യാം.
ഇവിടെ മാർക്കറ്റിൻ്റെ വീഴ്ചയാണ് നമ്മൾ മുതലെടുക്കുന്നത്. അപ്പോൾ ഈ 10 സ്റ്റോക്ക് മാർക്കറ്റ് ടേമുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അവ കൂടി കണക്കിലെടുത്തുകൊണ്ട് പുതിയ വീഡിയോകൾ ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.